നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ജി ടിക്കെതിരെയുള്ള മത്സരത്തിൽ സായി കിഷോറിൻ്റെ പന്തിൽ LBWയിൽ കുരുങ്ങി ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങിയതോടെ ഗ്ലെൻ മാക്സ്വെൽ IPLൽ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ഡെക്കുകളായത് അദ്ദേഹമാണ്. ഏറ്റവും അധികം പൂജ്യത്തിന് പുറത്തായത് അദ്ദേഹമാണ്. രോഹിത് ശർമ്മയുടെ, ദിനേഷ് കാർത്തികിൻ്റെ ഒക്കെ ഒപ്പമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെക്കാൾ ഒരു പടി മുന്നിലേക്ക് കയറിയിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം മാക്സി യഥാർത്ഥത്തിൽ അത് റിവ്യൂ കൊടുത്തിരുന്നെങ്കിൽ LBW ആവുമായിരുന്നില്ല. സംഗതി വിക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ അതിനൊന്നും മുതിരാതെ അദ്ദേഹം മടങ്ങുകയായിരുന്നു. അതോടുകൂടി IPL ചരിത്രത്തിൽ 19 തവണ ഡെക്കായ ആദ്യ താരമായിട്ട് അദ്ദേഹം മാറുകയാണ്. 18 തവണ ഡെക്കായിക്കൊണ്ട് രോഹിത് ശർമ്മയും ദിനേഷ് കാർത്തികും തൊട്ടു പുറകിലുണ്ട്. അവർക്കൊപ്പമായിരുന്നു ഇതുവരെ അദ്ദേഹം നിന്നത്. അവരെ വിട്ടുകൊണ്ട് ഒരു പടി മുകളിലേക്ക് ഗ്ലെൻ മാക്സ്വെൽ കടന്നിരിക്കുകയാണ്. 2012 മുതൽ IPL കളിക്കുന്ന താരം 135 മത്സരങ്ങളിൽ നിന്ന് 130 ഇന്നിങ്സുകളിലായിട്ടാണ് 19 തവണ ഡെക്കായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ദിനേഷ് കാർത്തിക് 257 മത്സരങ്ങൾ കളിച്ച് 234 ഇന്നിങ്സുകളിൽ നിന്നാണ് 18 ഡെക്കുകളായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കളി നിർത്തിയിരിക്കുകയാണ്. അതേസമയം രോഹിത് ശർമ്മ ഇപ്പോഴും കളി തുടരുന്നുണ്ടല്ലോ. അദ്ദേഹം 258 മത്സരങ്ങളിൽ നിന്ന് 253 ഇന്നിങ്സുകൾ കളിച്ചുകൊണ്ടാണ് 18 തവണ ഡെക്കായത്. അപ്പോൾ മാക്സിമമായിട്ടുള്ള ഈ റെക്കോർഡ് പോരാട്ടം രോഹിത് ഇപ്പോൾ കളി തുടരുന്നത് കൊണ്ട് ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. ഈ റെക്കോർഡ് ഇനിയും മാറി മറിയാം എന്നർത്ഥം. അതേസമയം തൊട്ട് പുറകിലുള്ളത് ഒന്ന് പീയൂഷ് ചവളയാണ്. പീയൂഷ് ചവളക്ക് 16 തവണ ഡെക്കായ നാണക്കേടിൻ്റെ കണക്കുണ്ട്. അതുപോലെ തന്നെ സുനിൽ നാരായണും ഈ പറഞ്ഞ പോലെ 16 തവണ ഡെക്കായിട്ടുണ്ട്. ഏതായാലും താറാക്കൂട്ടങ്ങളുടെ രാജാവ്, അതായത് ഡെക്കുകളുടെ രാജകുമാരൻ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഗ്ലെൻ മാക്സ്വെൽ. തൽക്കാലത്തേക്ക് രോഹിത് ശർമ്മ ആ നാണക്കേടിൻ്റെ റെക്കോർഡിൽ നിന്ന് താഴേക്ക് പോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.